Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment, I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. Ooh, you look so beautiful in white. Na, 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 na. So beautiful in white tonight. And if a daughter is what our future holds, I hope she has your eyes, finds love like you and I did. Yeah, but when she falls in love, we'll let her go, and I won't go down the aisle. She looks so beautiful in white. You look so beautiful in white. നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനമേശുപരാ. നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിനാദരവായി. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനായി. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനായി. തന്നതിനുന്നതമാം കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ. തന്നതിനുന്നതമാം കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ. നമുക്കൊരുമിച്ച് ദൈവപാദപടിയായ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവർക്ക് നല്ല അവസരത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവ സിജുവിൻ്റെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ദീർഘനാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം കഴിഞ്ഞ ദിവസം വരുന്നത് മുഖാന്തരങ്ങളെയൊക്കെ ദൈവർക്ക് ഉറപ്പിൻ്റെ അനുഗ്രഹമായി നടപ്പാൻ ദൈവം സഹായിച്ചു. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇന്ന് വിവാഹത്തിനായി നാം കടന്നു പോകുന്നു. ദൈവത്തിന് കൃപയും കടാക്ഷവും നന്മകളും നമ്മുടെ മേൽ ചൊരിഞ്ഞ് ദൈവത്തെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനു വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോമസ് അലിനാം സങ്കീർത്തനം ശബ്ദമുയർത്തി വായിക്കും. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ.
സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ചില രഥങ്ങളിലും ചെറുകുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുമാറാകണമേ. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ നിവർന്നു നിൽക്കുന്നു. നമുക്കൊരുമിച്ച് ഇതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടാക്ഷങ്ങൾ ദൈവം ചൊരിയുവാൻ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്ഥലം പോരാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സമൃദ്ധി വെളിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉത്തമനായ ഒരു ഭർത്താവിൻ്റെ കടമകളും കടപ്പാടുകളും ചെയ്യുവാനുള്ള ദൈവകൃപ ദൈവം ചൊരിയണം. ലോകത്തിൽ അനേകം മനുഷ്യർ ജീവിക്കുമ്പോൾ അതിലൊരു വ്യത്യസ്തനായി ജീവിക്കുവാൻ, ഒരു ദൈവകൃപയുള്ള മനുഷ്യനായി ജീവിപ്പാൻ, യഹോവയുടെ നാമത്തിന് വേണ്ടി മഹിമയോടെ ജീവിപ്പാൻ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്കായി ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രക്തദാലും വചനത്താലിജ്, രക്തദാലും വചനത്താലിജ്, രക്തദാലും വചനത്താലിജ് പരിശുദ്ധ തീരുമാനങ്ങൾ സ്വീകരിക്കാം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ മുഖം നോക്കി അന്വേഷിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവുമായിരിക്കായി സ്തോത്രം. അങ്ങൊഴികെ ഞങ്ങൾക്കൊരു നന്മയുമില്ല. പിതാവേ, ഈ കുടുംബത്തെ ദൈവത്രത്തോളം നയിച്ചത്, പരിപാലിച്ചത്, ജീവനും ഭക്തിക്കും എന്നൊക്കെ നൽകി കരുണയെ സൂക്ഷിച്ചത് നന്ദി അപ്പാ. ആളുകൾ കർത്താവേ അനുപറ്റാനായി സ്തോത്രം ചെയ്യുന്നേ, ഇസ്ലാമിക്കായി സ്തോത്രം ചെയ്തു. മാതാപിതാക്കളെ ദൈവത്രത്തോളം നയിച്ചു, പരിപാലിച്ചു, ദേശത്തവരെ മാനിച്ചു, അനുഗ്രഹിച്ചു, ജയത്തോട് ദൈവകൃപയോട് നടത്തി. കർത്താവ് ആത്മീയമായി ഭൗതികമായി ശാരീരികമായി ബലപ്പെടുത്തി അവിടുന്ന് നിലനിർത്തിയ ദൈവിക വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമായ 3 തലമുറകളെ നൽകിയല്ലോ കർത്താവെ. അവർക്ക് അനുഗ്രഹമായ വഴികളും നന്മകളും തുറന്നു കൊടുത്ത് ജയത്തോട് കാത്തിന് നന്ദി കർത്താവ്. കർത്താവ് മുൻസൗരിക്കായ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വേല വ്യാപൃതരായിരിക്കാ ദൈവം അവരെ ഒരുക്കിയ അവിടുത്തെ വിധങ്ങൾക്കായി സ്തോത്രം. വിളിച്ച ദൈവ വിശ്വസ്തനായിരിക്കാൻ അങ്ങയുടെ മഹത്വവും സാന്നിധ്യം അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൗരിക്കായ കുടുംബത്തിനായി സ്തോത്രം. കുടുംബം അവരെ സഹായിക്കണമേ. അതല്ല കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് ക്ഷേമത്തോട് സന്തോഷത്തോട് കടന്നുവന്ന ഈ സന്തോഷ സുദിനത്തിൽ പങ്കുചേരുവാ ദൈവം ഒരുക്കി അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബം അവരെ സഹായിക്കുകയും അനുഗ്രഹിച്ചു മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ അസ്തിജുനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണേ. ദൈവത്തിന്റെ കൃപ നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ കരമായി ഇതിന് അനുകൂലമാക്കട്ടെ. ദൈവിക നന്മകളും ഉയർച്ചകളും നൽകി പാലിക്കണമേ. എന്റെ കുടുംബജീവിതം ധന്യം അനുഗ്രഹമായി തരുവാ ദൈവം സഹായിക്കണമേ. എന്റെ വിവാഹത്തിനായി ഒരുക്കി കർത്താവെ പുറപ്പെടുമ്പോ ഒരു സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാ ദൈവം സഹായിക്കണമേ. ജയത്തോട് കരുണയോട് ദൈവം കാക്കി മാറണമേ. ദൈവിക ദാനങ്ങൾ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം ചൊല്ലി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ അനുഗ്രഹത്തോട് ദൈവകൃപയോട് ദൈവം സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് സ്തോത്രം ദൈവം ബലപ്പെടുത്തി സഹായിച്ചു മാറണമേ. കൃപയിൽ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഓരോരുത്തരുടെ മേല് ദൈവത്തിന്റെ കൃപാകടാക്ഷങ്ങൾ ചൊല്ലുന്നു. ആ മാനിക്കാൻ സഹായിച്ചു മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോട് സമൃദ്ധിയോട് ഞങ്ങളെ പറഞ്ഞേക്കണമേ. സന്തോഷത്തോട് സമാധാനത്തോട് പോയി കർത്താവേ വിവാഹത്തിൽ പങ്കുചേർന്ന് സന്താനിൽ അനുഗ്രഹിക്കപ്പെട്ട് മടങ്ങി വരുക അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കടന്നുവരുന്ന എല്ലാ കുടുംബങ്ങളും വ്യക്തികളെ കൂട്ടിവരുത്തി ശുശ്രൂഷകൾ അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. പ്രിയങ്ങളുടെ കുടുംബത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ രാത്രിയിലായിരിക്കുന്ന ക്ഷേമത്തോട് സന്തോഷത്തോടെ കടന്നു വരുക ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ചെറിയ കൃപയെ കാക്കും വരവിൻ പ്രത്യാശ നിറയ്ക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ മൂലം കേൾക്കണം പരമപിതാവേ. ആശിസ്തു വഴിയുടെ പരിശുദ്ധാത്മാവിന്റെ സംസർഗം ഞങ്ങളോട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും വിശേഷാൽ ഇന്ന് നടക്കുന്ന വിവാഹ ശുശ്രൂഷയോടും ഇപ്പോഴെപ്പോഴും നീക്കും അങ്ങയുടെ മഹത്വ പ്രത്യക്ഷവരുണ്ടാകുമാറാകട്ടെ. എന്നെ കരുതുന്ന വിധങ്ങളോർത്താൽ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നേ.
നടത്തുന്ന വഴികളോർത്താൽ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. പാപക്കുഴിയിൽ ഞാൻ താണിടാതെൻ പാദം ഉറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ എന്നേശുവിന്. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാമസമർത്ഥനായ ലേഖകൻ എഴുത്തുപോലാകുന്നു. ഈ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യം നിന്റെ അതരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതിനായി നിന്റെ വാളാക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗന്ദര്യവും നീയും പാലിക്കേണ്ടത്. നീ മഹിമയോടെ യഥാർത്ഥനായി വാക്കിൽ കയറി എഴുതിയിടുക. നിന്റെ മകനെ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുവാനാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതിയുടെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവർ തറയ്ക്കുന്നു. ദൈവത്തിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു. ശുശ്രൂഷയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ദാസനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ വേറെ സാന്നിധ്യം കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉചിതമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടൊന്ന് കൂടെ നിൽക്കുവാൻ ദൈവസ്ഥിതിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന കഥാവെ കുടുംബത്തിലെ മാതാപിതാക്കൾ ഇരുഭവനത്തിലെ രക്ഷകൾ സ്വീകരിച്ചു കിടന്ന ഏവരെയും ായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം. സമയത്തിനായി പിന്നെ ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വായിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം ആശീർവദിക്കപ്പെടേണ്ടതായ സമയത്തേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ നടുവിൽ അവിടെ നൽകി തന്നിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കുട്ടികാല വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട അവരുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ ആത്മനിറവിൽ ശുശ്രൂഷകൾ തിരഞ്ഞെടുപ്പാൻ ദാസനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. അധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. കുഞ്ഞുകാൽ ഇരുപകങ്ങളിൽ നിന്നുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. സകല മഹത്വങ്ങൾ തിരുമേനി കൽപ്പിക്കട്ടെ. യേശു കർത്താവിന്റെ വിശുദ്ധ നാമത്തിൽ തന്നെ. അങ്ങനെ ഈ വിശുദ്ധമായ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സമയം ദൈവം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും അനുഗ്രഹങ്ങൾ നൽകി ദൈവം മാനിക്കുകയും സഹായിച്ചു പറയട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്.
ശുശ്രൂഷയുടെ ഭംഗിക്കും വളരെ സമയം കുറച്ച് ക്രമീകരണങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എല്ലാവരും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ചെമ്മണ്ണൂർ എസ്എംഎസ് സ്കൂൾ ടൗൺ എസ്എംഎസ് സ്കൂൾ സഭയുടെ ശുശ്രൂഷകരും അനന്തര എസ്എംഎസ് സ്കൂളിന്റെ മുൻ ശുശ്രൂഷകരുമായ പാസ്റ്റർ ജോയ്സൺ ജോണി അവരുകളാണ്. എൻ്റെ സ്നേഹിതരും പുതിയ സമയം ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ ഒത്തിരി അനുഗ്രഹമായ രീതിയിലാണ്. അദ്ദേഹം ഇന്ന് ക്ഷമ സ്വീകരിച്ച് കടന്നു വന്നിട്ടുണ്ടല്ലോ. ഈ ഭവനത്തിന്റെ പേരിലും ഇതിന്റെ വ്യക്തിപരമായ പേരിലും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായ സ്വാഗതം നൽകുന്നു. ദൈവത്തിന് കൂടെ നൽകി സഹായിക്കട്ടെ. പ്രിയരുടെ ഭവനത്തിൽ നിന്ന് നമ്മളോട് വളരെ സംസാരിപ്പാൻ അവരെ പ്രതിനിധിച്ച് കടന്നു വന്നിരിക്കുന്നത് കട്ടപ്പന സെക്ഷൻ ഹോസ്പിറ്റലായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ഷിബു ഫിലിം അവരുകളാണ്. എൻ്റെ സ്നേഹിതന് ഞങ്ങൾ ഒരേ സമയം എന്തെങ്കിലും പഠിച്ചവരാണ്. ഞങ്ങളെ ഞാൻ ആലോചിക്കാൻ ഒരേ തരത്തിലുള്ള ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്റെ ഇന്നത്തെ സാന്നിധ്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഏറെ മനസ്സോട് സന്തോഷത്തോടു കൂടെ ഈ മീറ്റിംഗിലേക്ക് ആത്മമായി സ്വാഗതം നൽകുന്നു. ദൈവത്തിന് കൃപ നൽകി ദൈവം മാനിക്ക് സഹായിച്ചു കാണാനായിട്ട് നമ്മുടെ സഭയുടെ ഭാഷയാണ് ദൈവദാസന് നമ്മുടെ മധ്യയായിരിക്കുന്നത്. വിശേഷ ദൈവദാസനെ ഈ മീറ്റിംഗിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്യുന്നു. അടങ്ങര സഭയുടെ സീനിയർ ശുശ്രൂഷകരായിരിക്കുന്ന പാസ്റ്റർ ടി ചെന്നൈയവറുകൾ ഞങ്ങളുടെ മുതിർന്ന കൂടെയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിട്ട് വിശേഷ മീറ്റിംഗിലേക്ക് സ്വാഗതം നൽകുന്നു. സഭയുടെ അംഗം കൂടിയ അംഗമാണ് അദ്ദേഹം. വടിപെരിയ സഭയുടെ ശുശ്രൂഷകളെ സേവനമെത്തിക്കുന്നു. പ്രിയവാസൻ നമ്മുടെ അധ്യാപകരുടെ സന്തോഷം വിശേഷാൽ വന്ദിച്ചുകൊണ്ടിരുന്നു. ഈ മീറ്റിംഗിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച പാസ്റ്റർ മാത്യു അദ്ദേഹമാണ് സഭയുടെ ശുശ്രൂഷകനാണ്, സഭയുടെ അംഗമാണ്. ഈ മീറ്റിംഗിൽ കടന്നു വന്നവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാൻ ദൈവം അവസരം നൽകിയല്ലോ. വിശേഷാദിവാസിനെ മീറ്റിംഗിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം പറഞ്ഞു. ദൈവത്തിന് കൃപ നൽകി ദൈവം മാനിക്കുകയും സഹായിച്ചുമാകട്ടെ. സിജുവിന്റെ അളിയനായ പാസ്റ്റർ അനീഷ് എലമാണ് ഈ കാലങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി അധിക ശക്തിയോടെ ദൈവം ഉപയോഗിക്കുന്ന അഭിഷേകനാണ്. ഇനി ഈ മീറ്റിംഗിലായിട്ട് വിശേഷം ഞാൻ സ്വാഗതം പറഞ്ഞു. ദൈവത്തിന് കൃപ നൽകി ദൈവം മാനിക്കട്ടെ. ഇതര രണ്ട് കുടുംബങ്ങളിൽ നിന്നും ദൈവനാമനിമിത്തം കടന്നു വന്നിരിക്കുന്ന അഭിഷേകന്മാർ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം പറഞ്ഞു. ഏത് കുടുംബങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു തന്ന അയൽവാസികൾ, ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവർ, സഭാ ദൈവമക്കൾ, കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ഈ കുടുംബത്തിന്റെ പേരിലുള്ള സ്വാഗതം നൽകുന്നു. ഇന്ന് നമ്മൾ ഈ മീറ്റിംഗിലേക്ക് വരുവാൻ കാരണമായി തീർന്നത് പ്രിയമാണല്ലോ. മുഖാന്തരം നാം കടന്നു വന്നിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ വിശേഷ മീറ്റിംഗിലേക്ക് ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം നൽകുന്നു. ദൈവത്തിന് കൃപ നൽകി ദൈവം മാനിക്കട്ടെ. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആരംഭിക്കുന്നത് സഭയുടെ അംഗങ്ങളായ പ്രിയ സഹോദരങ്ങളാണ്. പ്രൊഫസർ കെവിന്റെ നേതൃത്വത്തിൽ ഈ മീറ്റിംഗിൽ അവർ ഗാനങ്ങൾ ആരംഭിക്കുന്നതും സഹിച്ചാണ് വിശേഷ നിങ്ങളെ ഞങ്ങളുടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. ദൈവം മാനിക്കട്ടെ. ഈ പ്രോഗ്രാമൊക്കെ നന്നായി ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോ എടുക്കുന്ന പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങൾ നൽകി ദൈവം മാനിക്കുകയും സഹായിച്ചുമാകട്ടെ. ആരംഭിച്ചായ സിസ്റ്റർമാമ അണക്കര സഭയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബമാണ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, സാധാരണ ആളുകളൊക്കെ സഹായകം അല്ലെങ്കിൽ അത്യാവശ്യ മീറ്റിങ്ങുകൾക്ക് വേണ്ടി പോകുന്നവരാണ്. എന്നാൽ ഈ പ്രിയ മാതാപിതാക്കൾ സഭയുടെ എല്ലാ പൊതുവായ മീറ്റിങ്ങുകൾ കടന്നു വരികയും സംബന്ധിക്കുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഇന്ന് അവരുടെ തലമുറയുടെ സന്തോഷത്തിൽ പങ്കുചേരുക ദൈവമിക്ക നല്ല അവസരത്തിൽ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിവസം കൂടിയാണല്ലോ. വിശേഷാൽ നിറഞ്ഞ മനസ്സോടെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. സാധാരണ ആളുകൾ പറയും നമ്മുടെ മീറ്റിങ്ങുകൾക്കൊക്കെ ദൈർഘ്യം കൂടുതലാണ്, ഇതര സമൂഹങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ സമയം കുറച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ഈ മാറി മാറി ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് ഒരു തോന്നലുണ്ട് ഇത് കുറേ നീണ്ടു പോകുന്നുണ്ടോ എന്ന്. എന്നാലും വളരെ ചുരുങ്ങിയ സമയങ്ങളിലാണ് ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങളെ സഹായിക്കണം. വിവാഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സിജു പ്രിയങ്ക വിശേഷമായി വഹിക്കപ്പെടാനുള്ളതാണ് വിവാഹം എന്ന് പറയുന്നത്. നിങ്ങൾ പുതുതായി ആരംഭിക്കുന്ന ഈ കുടുംബ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ മറന്നു തന്നെ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അവർ ബാബുച്ചാരെ ഇതിന്റെ സിനിമയുടെ പേര് പറഞ്ഞല്ലോ, ഞാനിതൊന്ന് പറഞ്ഞത് പറയാൻ വേണ്ടിയാണ് തരുന്നത്. വിശേഷമായി വഹിക്കപ്പെട്ടത്
നിങ്ങൾ ഈ കുടുംബത്തിൽ ഈ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നപ്പെട്ടവരാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളും സ്വഭാവമുള്ളവരുമാണ്. പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. ജീവിതത്തിൽ മാതാപിതാക്കൾ തന്നിരുന്ന ചില നല്ല അനുഭവങ്ങൾ, ഓർമ്മകളൊക്കെ അടുത്തൊരിടത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ രാജാവെന്ന് ചിന്തിച്ചിരുന്നതിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കപ്പെടുന്ന കാലത്തിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ വിശേഷമായി ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് കഴിയുന്നത്? അതിനെ ഒന്ന് വഹിക്കാൻ കഷ്ടതയിൽ ദിവാസനോട് വചനം പറഞ്ഞ് നിങ്ങളെ ഉറപ്പിച്ച് വിവാഹം നടത്തുമ്പോൾ പറയാറുണ്ട്, കഷ്ടത്തിലും നഷ്ടത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും വിശേഷമായി വഹിക്കുവാൻ വേണ്ടി സിജുവിനെയും പ്രിയനെയും പരസ്പരം ഏൽപ്പിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് ഇവിടെ സംഭവിക്കപ്പെടുന്നത്. ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ നാം തിരിച്ചറിയേണ്ടത് ഈ അനുഭവത്തിലൊക്കെ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് കുറവ് വരുമ്പോൾ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒറ്റയാളേ ഉള്ളൂ, നസ്രയനായ യേശു മാത്രമാണ്. കനാവിലെ കല്യാണ വീട്ടിൽ നാം ചെല്ലുമ്പോൾ അതിന് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കുറവ് സംഭവിക്കപ്പെടുകയാണ്. പക്ഷെ കുറവ് സംഭവിക്കപ്പെടുമ്പോൾ വിശേഷമായി ചെയ്യാൻ കഴിയുന്ന ഒരുവന്റെ അടുക്കലേക്കാണ് മറിയ മക്കളെ പറഞ്ഞാൽ മറിയുന്ന അമ്മ മോന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ വിശേഷമായി ചെയ്യാൻ കഴിയുന്ന യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോഴാണ് ആ വീടിന് കുറവ് പൂർത്തീകരിക്കപ്പെടാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വിശേഷമായി നിങ്ങൾ ചെയ്യുമ്പോൾ യേശുവിനെ മുൻനിർത്തി ചെയ്യുകയും നിങ്ങളുടെ കുടുംബജീവിതം ധന്യവും അനുഗ്രഹവുമായി മാറും. യേശു ഇതൊരു മർമ്മമാണ്. ഈ യോഗത്തിൽ യോജിപ്പിക്കപ്പെടുമ്പോൾ വചനത്തോട് നമ്മൾ പറയുകയാണ്, ഇത് ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ട് ഇത് വിശുദ്ധമാണ്, ഒരിക്കലും മാറിക്കൂടാത്ത മഹത്വകരമായ ഒരു അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ. എത്രത്തോളം ഭംഗിയായ നിലയിൽ ഇതിനെ മാനേജ് ചെയ്യുന്ന ഡിസൈഡ് ചെയ്യുന്ന ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന മുഖ്യ കാർമ്മികനായിരിക്കുന്ന ചോമി, ബാക്കിയുള്ള എല്ലാ കണ്ടത്തിലും എന്ന ദേവദാസൻ എല്ലാവരുടെ പേര് പറഞ്ഞ സമയം പേര് പറയാൻ മാത്രമേ ഉള്ളൂ. എല്ലാ സീനിയറായ ദേവദാസന്മാർ ഞാൻ വന്ദനം ചെയ്യുന്നു. ദേവദാസൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഇടയ്ക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം. ക്യാമറ ശ്രദ്ധിച്ചു, വീഡിയോ കളിക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളതാണ്. ഈ വിവാഹം എന്ന് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സ്ഥാപനമാണ്. ആണും പെണ്ണും എന്താ പറയാ, ആണും ആണുമല്ല, പെണ്ണും പെണ്ണുമല്ല, ആണും പെണ്ണും കൂടെ ചേർന്ന് നടത്തപ്പെടുന്ന ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് നമ്മളാരും കണ്ടുപിടിച്ചതല്ല, ദൈവം കണ്ടുപിടിച്ചതാണ്. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ നൽകുന്ന ഉത്തരം തുണയായിരിക്കണം. നിങ്ങൾ പരസ്പരം എൻപേസായി, അല്ലാതെ വീട്ടിൽ ആളെ ഞാനിട്ട് ആളിന് വേണ്ടി പോകുന്നതല്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയുള്ള ക്രമീകരണമല്ല. ചിലർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ആള് അല്പം മനസ്സിലാവില്ല, അല്പം ശരീര പ്രശ്നമുണ്ട്, അത് മാറാൻ കല്യാണം കഴിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഭ്രാന്തി മാറ്റാൻ ഉള്ള ഒരു മരുന്നല്ല, ഒരസുഖവും മാറ്റാനുള്ള മരുന്നല്ല. ഇത് നിങ്ങൾക്ക് പരസ്പരം തക്ക തുണയായി എത്ര കാലമാണ് മടുക്കുമ്പോൾ ഇട്ടിട്ട് പോകുന്നതല്ല മക്കളെ. ജീവിതകാലം മുഴുവൻ നിങ്ങളിൽ ഒരാൾ ഈ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുന്ന കാലം വരെ ഇടയ്ക്ക് ചിലപ്പോൾ അസുഖങ്ങൾ വന്നേക്കാം,
അപകടങ്ങൾ സംഭവിക്കാം. ഈ കാണുന്ന ഈ ക്യാമറയൊക്കെ പോയി വന്നേക്കാം. പക്ഷെ കളയാൻ പാടില്ല. ഓടി ചേർത്ത് നിർത്തിക്കൊണ്ട് രണ്ടുപേരും ഭർത്താക്കന്മാരെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടത് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിക്കുക. അപ്പം ശ്രദ്ധിച്ചോ, വിവേകത്തോടെ. വിവേകത്തോടെ ഭാര്യയോട് കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ഒരു പരിചയമില്ലാത്ത ചുറ്റുപാടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരു പൂന്തോട്ടത്തിൽ ഒരു ചെടി അവിടെ പറിച്ചെടുത്ത് മറ്റൊരു പൂന്തോട്ടത്തിൽ കൊണ്ട് നടുമ്പോൾ പിറ്റേ ദിവസം നോക്കുക, അത് വാടി തളർന്ന് നിൽക്കുന്നതാണ്. എന്താ കാര്യം? ആ മണ്ണുമായി ആ പരിസ്ഥിതിയുമായി അതിന് ഒന്ന് ഇതാകാൻ സമയമെടുക്കുക. മെഡിക്കലായി കൂടെ ഓക്കെ. ഇനി ഞങ്ങളുടെ ഭാഗത്തേക്ക് വരില്ല. നമ്മളെ നിനക്ക് തരാനുള്ള ദൂത് അത് ഈ പത്രോസ് തന്നെയാണ്. പത്രോസ് പറഞ്ഞ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെ: പരിമാലങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അടുത്ത പദം കീഴടങ്ങിയിരിക്കും. മോനെ നീ വിവേകത്തോടെ ഇവരോട് പെരുമാറുമ്പോൾ മോനെ നീ ശ്രദ്ധിക്കേണ്ടത് നീ അവന് കീഴടങ്ങിയിരിക്കണം. എന്റെ കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ഒന്നുമിണ്ടാതെ എന്തൊരു വെച്ചാലും ഉണ്ടാതെ തിരിച്ചൊന്ന് പറയാൻ പാടില്ല എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കാരണം നിന്റെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് കാണുന്നില്ലല്ലോ അല്ലേ? വന്നപ്പോൾ വീട്ടുകാരൊക്കെ എന്നോട് പേര് ചോദിച്ച ഓർമ്മയുണ്ടോ? എന്താ ചെയ്യുന്നത് ചോദിച്ച ഓർമ്മയുണ്ടോ? ഇവിടുത്തെ പേര് അറിഞ്ഞിട്ടല്ല, നീ എന്താ ചെയ്യുന്നത് അറിഞ്ഞിട്ടല്ല, നീ നന്നായി മിടുക്കിയായി സംസാരിക്കുമോ എന്നുള്ള ടെസ്റ്റിംഗ് ആയിരുന്നു. ഇവിടുത്തെ നല്ല ഭാഷാർത്ഥത്തിലൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടി ചിലർ നേരത്തെ ആൾക്കാരെ എപ്പോഴേ ചോദിച്ചു, അച്ഛൻ ഇന്നോ ചോദിക്കണം, അമ്മ ഇന്നോ ചോദിക്കണം. സർവശക്തനായ പ്രിയ ദൈവത്തിൻ്റെ നാമം ഇന്ന് ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അണക്കര ബദേലി സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സാംപി ലോകോസ് അവர்கள், നേത്ത വധുവിന്റെ ഭവനത്തെയും സഭയും പ്രതികരിച്ച് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിച്ച കട്ടപ്പന സെക്ഷന്റെ പ്രസിഡന്റ് പാസ്റ്റർ ഷിബു ഫിലിപ്പ് അവர்கள், ഇടഞ്ഞമല AG സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സുബിൻ രാജ് അവர்கள், അണക്കര ബദേലി സഭയിലെ അംഗങ്ങളും അതേസമയം സമൂഹത്തിലെ സീനിയർ ശുശ്രൂഷകന്മാരുമായിരിക്കുന്ന പാസ്റ്റർ ടി ചെറിയാൻ, പാസ്റ്റർ മാത്യു എബ്രഹാം എന്നിവരും, വേദിയിലായിരിക്കുന്ന ബഹുമാന്യ ദേവദാസന്മാർ പാസ്റ്റർ മനോജ് ജോസഫ്, പാസ്റ്റർ സായിനു ജോൺസൺ, കർത്താവദാസന്മാരായ നിങ്ങളെല്ലാവരെയും വിശേഷ ഞാൻ വന്ദനം ചൊല്ലുന്നു. കർത്താവദാസൻ പാസ്റ്റർ ടി ഫിലിപ്പ് അദ്ദേഹം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നിയുക്ത വരന്റെ പിതാവിന്റെ ഇളയ സഹോദരനാണ്. അദ്ദേഹം അസംബ്ലി ബോർഡിലെ വളരെ സീനിയറായ ഒരു ദേവദാസനും നമ്മുടെ പ്രസ്ക്രിപ്റ്റിയിൽ ദീർഘവർഷങ്ങൾ പല സെക്ഷനുകളെ പ്രതികരിച്ച വ്യക്തി കൂടിയാണ്. പക്ഷെ അനീഷേറപ്പാറ സിജുവിന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ്. ചച്ചകോട് സഭയിലെ വളരെ സീനിയറായ ദേവദാസനും അനുഗ്രഹീതനായ ഒരു ദൈവജന പ്രഘോഷകനുമാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ അവർ കുവൈറ്റ് സഭയിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്നത്തെ നേത വരന്റെ മാതാപിതാക്കൾ പ്രിയ ആൻഡപ്പച്ചായൻ ജോയ് ആന്റണി, ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ ആൻഡപ്പച്ചായൻ വിളിക്കുന്ന പ്രിയ അച്ചായൻ സിസിലിമ, നിങ്ങൾക്ക് പ്രത്യേക വന്ദനത്തെ അറിയിക്കുന്നു. ചെറുവല്ലൂരെ കുടുംബവും പള്ളികളുടെ കുടുംബവും അണക്കര ബദലിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള കുടുംബങ്ങളാണ്. രണ്ട് കുടുംബങ്ങളിൽ നിന്നുമായി ധാരാളം ആളുകൾ ദൈവസഭയുടെ ഭാഗമായി എല്ലാ കാലത്തും നിലനിർത്തുന്നുണ്ട്. ദൈവദാനമായി കൊടുത്ത മക്കള് അനീഷ് കുടുംബം, സഹോദരി ലിജു, കുഞ്ഞുങ്ങൾ 2 പേര്, ലിൻസി, നെരി, അതുപോലെ പൈനങ്ങള് ഓഫർ ഓർലി, അവർക്ക് എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരംഭിച്ചാലത്തെ മാതാവ് നമ്മുടെ കൂടെ ആയിരിക്കുന്നതിലും പ്രത്യേക വന്ദനം.
അതുപോലെ സഹോദര കുടുംബങ്ങൾ പലരുണ്ട്. എന്നെ മാംസീനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരഞ്ഞു. സിജു അണക്കര സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ ഒരു പൗരക്കാരനാണ്. ചെറുപ്പക്കാരുടെ ഇടയിൽ നല്ല സാക്ഷ്യത്തോടെ ദൈവത്തെ സേവിക്കുന്ന, ആരാധിക്കുന്ന, ആത്മീയ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു യുവാവാണ് എന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. അതുപോലെ ഇന്നത്തെ നിത്ത വധുവിന്റെ മാതാപിതാക്കൾ പാസ്റ്റർ ബാബു ചീജ അവர்கள், കർത്താവദാസി സഹോദരി ഷീനി ബാബു, പ്രിയപ്പെട്ട മാതാപിതാക്കളെ വിശേഷം ഞാൻ വന്ദനം ചൊല്ലുന്നു. ദൈവം നിങ്ങൾക്ക് നൽകിയ മക്കളെ 3 പേരെയും ദൈവം വളർത്തിയെടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് പ്രാപ്തി നൽകിയല്ലോ. രണ്ടാമത്തെ പൈതൽ കൂടെ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പെൺമക്കളുള്ള 7 മാതാപിതാക്കളുടെ ഹൃദയത്തിൽ സന്തോഷമാണ്. ഒന്ന്, അവരുടെ ഒരു ഭാരം ഒഴിയുന്നു. പെൺമക്കൾ അവരെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും വ്യാകുലതയാണ്. യോഗ്യമായ ഒരാളെ കണ്ടെത്തി ഏൽപ്പിക്കുന്നത് വരെ ഒരു അമ്മയുടെ മനസ്സ് നിറയിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ കണ്ണീര് കണ്ടല്ലോ, നിങ്ങളെ മാനിക്കട്ടെ. മൂത്ത സഹോദരി കുടുംബവും നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരുതുന്നു. ഇളയ സഹോദരിക്കായി സ്തോത്രം. പ്രിയരെ സിജുവിനെ വിശേഷാൽ വന്ദനം ചൊല്ലുന്നു. മനോഹരഗാനങ്ങൾ ആലപിക്കുന്ന കെവിന് സൈച്ചാനെ എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം കരുതുന്നു. അണക്കര സഭയിൽ നിന്നും ഇടിഞ്ഞമല സഭയിൽ നിന്നുമായി കടന്നു വന്ന ദൈവമക്കൾക്ക് വന്ദനം അറിയിക്കുന്നു. കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും വന്ദനം അറിയിക്കുന്നു. പങ്കുവയ്ക്കുന്നത് സിജുവിനോടും പ്രിയങ്കയോടുമാണെങ്കിലും വന്നിരിക്കുന്നതിൽ ചെറിയെങ്കിലും ഈ തിരുവെഴുത്ത് മുഖാന്തരം കർത്താവിന്റെ ആത്മാവ് സ്പർശിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം 66-ാമത്തെ വാക്യം, 67-ാമത്തെ വാക്യം. ഇസഹാക്ക് അവിടെ തന്റെ അമ്മയായ സാറായുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗണിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തന്റെ അമ്മയുടെ മരണ ദുഃഖം. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട, നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ 24-ാമത്തെ അധ്യായം 67-ാമത്തെ വാക്യം. സിജു പ്രിയനാണ്. നിങ്ങളോട് ഈ പ്രസംഗം എല്ലാം ഓർത്തിരിക്കാൻ പറഞ്ഞാൽ നിങ്ങളോട് സാധിക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ ഈ പ്രസംഗത്തിന്റെ ഒരു കൺസൈസ്, അതിന്റെ ഒരു ടൈറ്റിൽ, തലക്കെട്ട്, മാരേജ് എ കവനന്റ് ഓഫ് ലവ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. വിവാഹം അത് വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും ഉടമ്പടിയാണ്. ഈ പ്രസംഗത്തിന്റെ പോയിന്റ് എല്ലാം നിങ്ങൾ മറന്നുപോയാലും, നടത്തിയ എന്നെ മറന്നുപോയാലും, പ്രസംഗിച്ച എന്റെ സ്നേഹിതൻ ഷിബു ഫിൽപാസ്റ്ററെ നിങ്ങൾ മറന്നാലും, അതിശയത്തെ അനുകരിച്ച സാംബാസ്റ്ററെ മറന്നുപോയാലും, പാടിയവരെ മറന്നുപോയാലും, നിങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിൽ മറക്കാൻ പാടില്ലാത്ത 2 കാര്യം: ഒന്ന് സ്നേഹം, 2 വിശ്വസ്തത. 90-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് സാറായ്ക്ക് ഒരു മകനെ ദൈവം കൊടുക്കുന്നത്. ആ മകന്റെ പേര് നമുക്കറിയാം, വായിച്ച വേദഭാഗത്തിൽ ഉണ്ടായിരുന്നു, ഇസഹാക്ക്, ഐസക്. അതാണ് അബ്രഹാമിന്റെയും സാറായുടെയും ഏകജാതനായ മകന്റെ. സാറ 127-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ 90-ാമത്തെ വയസ്സിൽ ജനിച്ച ഇസഹാക്കിന്റെ പ്രായം നമുക്ക് അനുമാനിക്കാം. എത്ര കാലം? ഏകദേശം 90-ന്റെ കൂടെ ഒരു 127. അങ്ങനെ കുറച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 37 വയസ്സുള്ള ഒരു യുവാവെന്നാണോ പറയേണ്ടത്? തൈക്കളവെന്നാണോ പറയേണ്ടത്? മധ്യവയസ്കരെന്നാണോ? ഏതായാലും പ്രായം, നമ്മുടെ കാഴ്ചപ്പാടിൽ അല്പം പ്രായം അധികരിച്ചു പോയ ഒരു യുവാവായിട്ടാണ് ഇവിടെ ആരെ കാണുന്നത്? ഇവിടെ നമ്മള് ഇസ്ഹാക്കിനെ കാണും. ആരെ വിവാഹം കഴിക്കണമെന്ന്, ആരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് അബ്രഹാം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ആഗ്രഹിച്ച് നടന്നില്ല, എല്ലാവരും ഏതെങ്കിലും ആകട്ടെ എന്ന് കരുതി വിവാഹത്തിന് അബ്രഹാം ഒരു വിട്ടുവീഴ്ച നടത്തിയില്ല. കൃത്യമായ തീരുമാനം, ശരിയായ തീരുമാനം, ഉചിതമായ തീരുമാനം അബ്രഹാമിനുണ്ടായിരുന്നു. മാതാപിതാക്കളെ, മക്കളുടെ ചെറിയ കല്യാണം നടന്നതാണ്. കല്യാണം പ്രായമെത്തിയ മാതാപിതാക്കൾ ചിലർക്ക് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ
ചെറിയ പ്രായമായിരിക്കുമ്പോൾ തന്നെ അവരെ കുറിച്ച് നിങ്ങൾ സ്വപ്നമുള്ളവരായിരിക്കണം. എന്റെ കുഞ്ഞിന്റെ കല്യാണം ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ നടക്കണം, ദൈവത്തിലുള്ള ഒരു പങ്കാളിയെ കേൾക്കണം എന്നെ ആഗ്രഹമുള്ളവരായിരിക്കണം. എന്റെ കുഞ്ഞ് ആരെ വിവാഹം കഴിക്കണം എന്ന് നിങ്ങൾക്കൊരു സ്വപ്നം വേണം. അങ്ങനെയുള്ള മാതാപിതാക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. ദൈവം വെറുക്കുന്ന യൗവനക്കാരെ, അവിവാഹിതരെ ദൈവം വെറുക്കുന്ന ഒരു പാപം, അതാണ് പല പാപങ്ങളിൽ ഒന്നാണ് പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ്, വിവാഹ പൂർവ്വ ബന്ധങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ല. കുഞ്ഞുങ്ങളോട് ശ്രദ്ധിക്കണം. പഠിക്കാൻ പോകുന്നിടത്ത്, ഒറ്റയ്ക്കാകുന്നിടത്ത് നിങ്ങൾ ജീവിത വിശുദ്ധിയോടെ തന്നെ വേണം ജീവിക്കാൻ. രണ്ടാമത്തത് കുടുംബസ്ഥരായവരാണ് നോ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഇനി നിനക്ക് ഇന്ന് മുതൽ മരണം വരെ ആരാണ്? സിജുവാണ്. സിജു മോനെ, നിനക്ക് നിന്റെ മരണം വരെ ഇവൻ മാത്രമാണ്. ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്നവർ. ഇപ്പൊ മുഖമൊക്കെ നല്ല ഗാംഭീര്യമാണ്, നല്ല ഉറച്ച ശബ്ദമുള്ളയാളാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ മനസ്സ് തകരും. ആ തകരുന്ന സമയത്ത് ഇവൻ സാന്ത്വനത്തിനായി നിന്നെ നോക്കും, ആശ്വാസത്തിനായി നിന്റെ അടുക്കിലേക്ക് വരും. നീ അവനോട് കടിച്ചു കളിച്ച് മറുപടി ഒന്നും പറയാൻ പോകരുത്. എപ്പോഴൊക്കെ അവന്റെ ഹൃദയം ക്ഷീണിക്കുന്നുവോ അപ്പോൾ മുഴുവൻ നീ അവന് ആശ്വാസമായിരിക്കും. ഇസഹാക്കിന് റിബേക്ക ആശ്വാസമായി മാറിയത്. ഏറ്റവും വലിയൊരു വേർപാട് ഇവിടെ നടക്കുന്നുണ്ട്. താമസിക്കുന്ന ഒരു വീട്ടിലാണെങ്കിലും അവന്റെ ഹൃദയം പോലെ അവരെ വിട്ടിട്ട് നിന്നോട് ചെയ്യുക. ലിൻസിയെ വിളിക്കുന്ന വിളിയൊക്കെ പറയും, വിജുവിനെ വിളിക്കുന്ന വിളി പറയും, അടിയാളൊക്കെ വിളിക്കുന്ന വിളി പറയും. പിന്നെ എപ്പോഴും പ്രിയങ്ക വേറെ പേരുണ്ടെങ്കിൽ അത് വിളിക്കും. അങ്ങനെ ഒരു വേർതിരിയൽ അവിടെ നടക്കുന്നുണ്ട്, വിട്ടിറങ്ങൽ നടക്കുന്നുണ്ട്. അങ്ങനെ വിട്ടിറങ്ങി നിന്റെ കൂടെ വരുമ്പോൾ നീ അവരിൽ ഒരു ആശ്വാസമായി. ചില കുടുംബങ്ങളിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയാറുണ്ട്, അയ്യോ അതിനെ കെട്ടിയത് അബദ്ധമായി പോയി, ദുഃഖത്തിന് ദുഃഖമായി പോയി. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത്. ഇത് കേൾക്കാം. അവളോട് അവിടെ അപ്പനും അമ്മയും ചോദിച്ചു, നീ ഈ എലഫന്റ് കൂടെ പോകുന്നു? 10 ദിവസം നോക്കട്ടെ. അവളോട് മറുപടി നിന്നില്ല. എന്നെ മരുഭൂമിയിൽ കാത്തിരിക്കുന്ന ഒരു യൗവനക്കാരനുണ്ട്, ഞാൻ അവന്റെ കൂടെ പോകുക. സിനിമനെ ശ്രദ്ധിച്ചോണ്ട്, അപ്പനെ വിട്ട്, അമ്മയെ വിട്ട്, ചേട്ടനെ വിട്ട്, അനിയത്തെ വിട്ടിട്ട് ഇവൻ നിന്റെ കൂടെ നിന്നെ വേണ്ടി പാർക്കാൻ ഇന്നു മുതൽ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടവളാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വിട്ടിറങ്ങിയവരായതിനാൽ, നിങ്ങൾ രണ്ടുപേരും ചെയ്തതിനെ വേർപെട്ടതിനാൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ജീവിക്കണം. അപ്പനെയും അമ്മയെയും വിട്ട് നിങ്ങൾ ഒന്നായി തീരുന്ന ഒരു മാർമിക രഹസ്യമാണ് വിവാഹ ശുശ്രൂഷ. രണ്ട് വീട്ടിലെ രണ്ടുപേർ ഒന്നായി തീരുന്ന ഒരു അനുഭവമാണ് വിവാഹ ശുശ്രൂഷ. ഇനി ഈ പരസ്പരം ആശ്വാസമായി മാറണമെങ്കിൽ, വിവാഹ ജീവിതം, കുടുംബ ജീവിതം അനുഗ്രഹമായി നടക്കണമെങ്കിൽ, അത് ശുപാർശയും സാമ്പാർശയും നന്നായി പറഞ്ഞു. ഒരെളുപ്പത്തിൽ ഒരു സൂത്രവാക്യം പറഞ്ഞേക്കാം. അത് ഇത്ര മാത്രമേ ഉള്ളൂ. തലക്കെട്ടിനകത്തുണ്ടായിരുന്നു സ്നേഹം. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടായിരിക്കും. ഈ സ്നേഹം മാനവജാതിയുടെ കടപ്പാടിനെ മറക്കുന്നില്ല. കടമകളും കടപ്പാടുമുണ്ട്. സിജു മറക്കരുത്, മോൾ മറക്കരുത്. പപ്പായോടും അമ്മയോടും സഹോദരനോടുമുള്ള, സിജു മറക്കരുത്, അനപ്പച്ചനോടും സിസിന്റെ അമ്മയോടും അമ്മച്ചിയോടും സഹോദരനോടുമുള്ള കടപ്പാട്, അതിനോട് ചേർന്ന് ഒരു പുതിയ ഉത്തരവാദിത്വത്തോടെ ദൈവം തരുന്നു. നിങ്ങൾ തമ്മിൽ ആശ്വാസം ആയിരിക്കും. ഞാൻ വാക്കുകൾ നിർത്താൻ പറയാം. നിങ്ങൾ രണ്ടുപേരും വിവാഹിതരായി ഇന്നൊരു കുടുംബജീവിതം ആരംഭിക്കാൻ പോകും. സിജു പ്രിയയുടെ വീട്ടിൽ പോയി പ്രിയയെ കണ്ടു. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ചോദ്യം ചോദിച്ചാണ്, എന്നെ ഇഷ്ടപ്പെട്ടോ? തിരിച്ച് മോള് ചോദിച്ചു, എന്നെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ രണ്ടുപേരും നാണത്തോടെ പ്രിയന്റെ മറുപടി പറഞ്ഞു കാണും, എനിക്ക് അച്ഛനെ ഇഷ്ടപ്പെട്ടു. സിജുവും പറഞ്ഞു കാണും, എനിക്ക് സമ്മതമാണ്, ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ തമ്മിൽ കാണാൻ ഇഷ്ടപ്പെട്ട് ചില സമയമെടുത്തു, ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. വിവാഹം നിശ്ചയം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് പല ഒരുക്കങ്ങൾ, വീടൊരുക്കി, ആളുകളെ വിളിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് ഇന്നിവിടെ വെച്ച് വിവാഹം കഴിഞ്ഞിട്ട് സിജു എങ്ങോട്ടാ പ്രിയെ കൊണ്ടുപോകുന്നത്? കൈ പിടിച്ച് എങ്ങോട്ട് കൊണ്ടുവന്നു? വീട്ടിലോട്ട് ചെല്ലുമ്പോ അമ്മമ്മയോട് കൈ പിടിച്ച് വീട്ടിലോട്ട് കയറ്റും. അതുപോലെ ക്രിസ്തു തന്റെ സഭയായ ഒരുക്കപ്പെട്ട കാന്തയാകുന്ന സഭയെ തന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ വിവാഹം ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നു. അതാണ് ദൈവ
സഭയും ക്രിസ്തുവുമായുള്ള വിവാഹത്തിന് ഒരു നിഴലാണ്. വെളിപ്പാട് 19 7 ഇങ്ങനെ പറയുന്നു, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാതയും തന്നെത്താൻ ഒരുക്കിയിരിക്കും. ഇസഹാക്കിനായി റിബേക്ക ഒരുങ്ങിയത് പോലെ നിത്യമണവാളനായ യേശു ക്രിസ്തുവിന് വേണ്ടി പരിശുദ്ധാത്മാവ് തന്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാം വിട്ടിറങ്ങിയ റിബേക്കയെ പോലെ, വിശ്വാസത്തോടെ യാത്ര തിരിച്ച റിബേക്കയെ പോലെ, ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഇസ്ഹാക്കിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ആത്മാവിൽ കണ്ട റിബേക്കയെ പോലെ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച റിബേക്കയെ പോലെ ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ സഭയുടെ ഭാഗമായി മാറുവാൻ ഇവിടെ ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തോടുള്ള പറ്റുമാനം കുറച്ച് ദൈവമായുള്ള ബന്ധത്തിലേക്ക് വന്ന് വിശുദ്ധി കാത്ത് സൂക്ഷിച്ച് യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാകുവാൻ ആഗ്രഹത്തോടെ ആയിരുന്നാൽ ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിച്ച നിങ്ങൾക്കും അവന്റെ കാവയായി തീരാം. ഇവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, ഞങ്ങൾക്ക് രാജ്യങ്ങളുടെ വാതിൽ തുറക്കപ്പെടുന്നതല്ല, അത് ഇന്ന് തുറക്കപ്പെടാൻ നാളെ അറിയാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ നാളെ പല നിലയിൽ അനുഗ്രഹിക്കപ്പെടാം. അതൊക്കെ ഭൂമിയിലെ അനുഗ്രഹമാണ്. ഒരു ദൈവവൈദ്യതായ എന്റെ ഏറ്റവും വലിയ പ്രത്യാശയുടെ കൂടി വന്നിരിക്കുന്ന വിശ്വാസത്തിൽ വീണ്ടും ധരിച്ച പെന്തിക്കോസ്തരായ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ, ഞങ്ങളുടെ രക്ഷിതാവും വേഗത്തിൽ മധ്യാകാശത്തിൽ വരുമ്പോൾ കാമയാകുന്ന ഞങ്ങൾ അവനോട് കൂടെ ആകാശ വേഗങ്ങൾ എടുക്കപ്പെടുന്ന പ്രത്യാശയാണ്. ആ പ്രത്യാശയുടെ കരങ്ങളെ ഒരു നിമിഷം ദൈവത്തിന്റെ സ്തോത്രങ്ങളെല്ലാം യേശു വരാം. അവന്റെ മകളായി മാറും, അവന്റെ മകനായി മാറും, അവന്റെ മകളായി മാറും. ഈ പയ്യന്റെ ഒരുങ്ങി വന്നിരിക്കുന്നത് പോലെ ആത്മാവിൽ ഒരുക്കം പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ കാന്തയായി മാറി അവന്റെ വരണികൾ എടുക്കപ്പെടാൻ യോഗ്യതയുള്ളവരായി മാറാൻ ദൈവം വിളിക്കുന്നു. ഒരു പാട്ടിന്റെ ചില വരികൾ ഇപ്പോൾ നമുക്ക് വേണ്ടി ആരംഭിക്കുമ്പോൾ ശ്രീമാൻ ജോയി ആന്റണിയുടെയും ശ്രീമതി സിസ്ലി ജോയിയുടെയും മകൻ സിജു ആന്റണി എന്ന ഈ യുവാവ് എടുത്തേക്കാമോ? ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ ഇരട്ടയാർ വില്ലേജിൽ ഇടിഞ്ഞവല എവനേസ് ഏജി സഭയിൽ തുണ്ണിയിൽ വീട്ടിൽ ശ്രീമാൻ ബാബു ചീറ്റയുടെയും ശ്രീമതി ഷിനി ബാബുവിന്റെയും മകൾ പ്രിയങ്ക ബാബു എന്ന ഈ യുവതി. ഇവരും ഇന്നേ ദിവസം ഇവിടെ വെച്ച് വിവാഹരാകുന്നതിന് ഇരു സഭകളിൽ മുൻകൂട്ടി അറിയിച്ചിരുന്നു. ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നത് ന്യായമായ എന്തെങ്കിലും തടസ്സങ്ങൾ ആർക്കെങ്കിലും ഉള്ള പക്ഷം അത് മതിയായ തെളിവ് സഹിതം രേഖാമൂലം എസ്എംഎസ് ബോർഡിന്റെ ഡിസ്ട്രിക്റ്റിന്റെയോ സെക്ഷൻ ഓഫീസിലോ അറിയിക്കുവാൻ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ആക്ഷേപങ്ങളും ഇതുവരെയും ആരും ഉന്നയിച്ചിട്ടില്ലാത്തതിനാൽ ഇപ്പോൾ ഇവിടെ വിവാഹം നടത്തിക്കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ കൂടി വന്നിരിക്കുന്ന സഭയോടായി ഞാൻ ഒടുവിലായി ഏറ്റവും പ്രധാനമായി ചോദിക്കുന്നു, നിങ്ങൾ ആർക്കെങ്കിലും ഈ വിവാഹം സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ വെച്ച് പരസ്യമായി മതിയായ തെളിവ് ഉന്നയിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾ ഇന്നത് പോലെ എന്നും മൗനമായിരിക്കുകയും ഇവരുടെ വിവാഹ ശുശ്രൂഷയ്ക്കായി കുടുംബജീവിതത്തിന് രംഗത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. വിവാഹം ദൈവത്താൽ സാധിക്കപ്പെട്ടതാണ്. മനുഷ്യരിൽ പാപം പ്രവേശിക്കുന്നതിന് മുന്നമേ ദൈവം സ്ഥാപിച്ചതാണ് വിവാഹം. നമ്മുടെ ജീവിതത്തിന്റെ വ്യവസ്ഥ ദൈവമാണ്. നാം എല്ലാവരും ഒരിക്കൽ ദൈവത്തോട് കണക്ക് പറയേണ്ടതാണ്. അഗ്നിവാദികൾക്ക് കാണുന്നവനും എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനുമായ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ഇവരും ഒരിക്കൽ വെക്കേണ്ടതും നിങ്ങളുടെ ജീവിതത്തിന്റെ കണക്ക് അവരോട് ഓർപ്പിക്കേണ്ടതുമാണ്. ഇന്നേ ദിവസം ഈ വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായോ പരസ്യമായോ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഒരു നിമിഷത്തിന് കണ്ടു കാണിച്ചു ദൈവസ്ഥലത്തിൽ മൗനമായി ഏറ്റുപറഞ്ഞ് അതോടൊപ്പം കർത്താവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും. അവിടെ നിന്ന് ഇറങ്ങി വരണമേ, എഴുന്നള്ളി വരണമേ, നിഷ്കർഷയായി ചോദിക്കുന്നത്. നിന്റെ അടുക്കൽ ഏറ്റവും സമീപം നിൽക്കുന്ന പ്രിയങ്ക എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ച് അവരോട് ഒരുമിച്ച് പാടുവാൻ നീ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന്റെ വിസ്മയപ്രകാരം സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും മറ്റെല്ലാവരെക്കാളും ഇവിടെ മാത്രം സ്നേഹിച്ച് മാനിച്ച്
സംരക്ഷിച്ച് പോറ്റിപ്പുലർത്തി ഇവർക്ക് ഒരു വിശ്വസ്ത ഭർത്താവായിരിക്കാമെന്ന് നീ സമ്മതിക്കുമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വളരെ എന്നോട് ഞാൻ ചോദിക്കുന്നത്, നിഷ്കർഷയായി ചോദിക്കുന്നത്, നിന്റെ അടുക്കൽ ഏറ്റവും സമീപം നിൽക്കുന്ന സിജു എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ച് അവനോട് പാടുവാൻ നീ ഇഷ്ടപ്പെടുന്നു? ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും മരണം നിങ്ങളെ തമ്മിൽ ബോധമിരിക്കുന്നത് മറ്റെല്ലാവരെക്കാൾ ഉപരി ഇവനെ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ഇവന് ഒരു വിശ്വസ്ത ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇവ രണ്ടുപേരും ഇവരുടെ സമ്മതം ഇപ്പോൾ ഇവിടെ പരസ്യമായി അറിയിച്ചിരിക്കുന്നതിനാല് ദൈവത്തിൽ ആശ്രയിച്ച് വിവാഹം നടത്തി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവരോടുള്ള ബഹുമാനാർത്ഥം അറിയിക്കുന്ന സിജു ആകുന്ന ഞാൻ പ്രിയകയാകുന്ന നിന്നെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഇന്നു മുതൽ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും മറ്റെല്ലാവരെക്കാളും ഉപരി നിന്നെ മാത്രം സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് പോറ്റിപ്പുലർത്തി നിനക്ക് ഒരു വിശ്വസ്ത ഭർത്താവായിരുന്നു കൊള്ളാമെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസ്ഥരുടെ മുമ്പാകെ ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷിയാക്കി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നോട് ഉറപ്പായി വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. കർത്താവും അവന്റെ വിശുദ്ധ സഭയും ഈ ഉപസംഗത്തിന് സാക്ഷികളാകുന്നു. ഞാൻ സിജു ആകുന്ന അങ്ങയെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും മറ്റെല്ലാവരെക്കാളും ഉപരി അങ്ങേ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് അങ്ങേക്ക് ഒരു വിശ്വസ്ത ഭാര്യയായിട്ട് കൊള്ളാമെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസഭയുടെ മുമ്പാകെ ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷിയാക്കി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയോട് ഉറപ്പായി വാഗ്ദത്തം ചെയ്തു കൊടുക്കുന്നു. കർത്താവും അവന്റെ വിശുദ്ധ സഭയും ഈ ഉപസംഹരണത്തിന് സാക്ഷികളാകുന്നു.
ആരോഗ്യം കൊടുത്തിട്ടുണ്ടോ? ദൈവകൃപയുടെ പ്രളയമായിരിക്കട്ടെ, ആത്മകൃപയുടെ, പരിശുദ്ധാത്മാവിന്റെ, നൽവരങ്ങളുടെ എല്ലാവിധമായ ആത്മീക അനുഗ്രഹങ്ങളുടെയും കേന്ദ്രമായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നടക്കാം. ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനാൽ സൃഷ്ടിച്ചവൻ ആദ്യം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരുന്നു. അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തതും എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നും ഉത്തരം പറഞ്ഞു. ഏത് സാഹചര്യങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും അവിടെയെല്ലാം നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച് പരസ്പര സമ്മതത്താലോ പല പ്രേരണയാലോ ഈ ബന്ധത്തിൽ നിന്ന് മരണം വരെ ഒഴിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന വചനം ഞങ്ങൾ പരസ്യമായി പറയുമ്പോൾ സഭ ഒന്നിച്ച് 3 തവണ പറയുമ്പോൾ ഓരോ തവണയും ആമേൻ എന്ന് പറഞ്ഞ് ആ വചനത്തെ ഉറപ്പിക്കുവാൻ ഞാൻ വിശേഷ അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ കർത്താവിന്റെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ബലിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേര് വരുവാൻ കാരണമായി തീർന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ പുതിയ കുടുംബവും കൂടെ സഞ്ചാരമാകുവാൻ സ്വർഗത്തിലെ ദൈവവിടെയാക്കിയ വലിയ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടെ നിന്ന് മനുഷ്യന് വേണ്ടി സ്ഥാപിച്ച ഈ മഹനീയമായ പ്രസ്ഥാനം ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളെ ഒരുമിച്ച് അവരുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൈതലിനമേ ദൈവത്തിന്റെ കരം വെച്ചവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉത്തമ ഭർത്താവിന് ആവശ്യമുള്ള എല്ലാവിധ നൽവരങ്ങളും നിന്റെ മകന്റെ മേൽ പകർന്ന് ദൈവനെ അനുഗ്രഹിക്കണമെന്ന് നീയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവന്റെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും അവന്റെ മേൽ ദൈവം പകർന്ന് ദൈവനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ നീയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതൽക്കാരെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പൈതലിനെ ദൈവം അനുഗ്രഹിക്കണമേ. ഒരു ഉത്തമയായ ഭാര്യയ്ക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, എന്തൊക്കെ കൃപകൾ ആവശ്യമാണോ, അതെല്ലാം ഈ മകളുടെ പകർന്ന് ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരുമിച്ചുള്ള കുടുംബജീവിതം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ ആക്കണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾ പാതി വഴിയിൽ അസ്തമിക്കുമ്പോൾ ദൈവമേ, ഈ മക്കൾ അവസാനത്തോളം കർത്താവിന്റെ വിശ്വസ്തരാൽ അനേക തകർന്ന കുടുംബങ്ങൾക്ക് അവർ മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ജീവിച്ച അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് ഈ സമയം അവിടെ അനുഗ്രഹിക്കണം. അവിടുത്തെ തിരുസാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുകയാൽ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അണക്കര വില്ലേജിൽ ചെറുപ്പ വീട്ടിൽ സിജു ആന്റണി എന്ന യുവാവ് ഇടുക്കി ജില്ലയിൽ താലൂക്കിൽ ഇരട്ടയാട് വില്ലേജിൽ തുണ്ടയിൽ വീട്ടിൽ പ്രിയങ്ക ബാബു എന്ന ഈ യുവതിയും പരസ്പര ഹസ്തദാനത്താലും ഉഭയസമ്മതത്താലും ഭാര്യഭർത്തക്കന്മാരായി തീർന്നിരിക്കുന്ന വിവരം ഞാൻ സന്തോഷപൂർവ്വം ഈ സദസ്സിനെ അറിയിക്കുന്നു. കരങ്ങളെ തട്ടി ഈ മരണത്തിലേക്ക് സ്വാഗതം ചെയ്യാം. സന്തോഷപൂർവ്വം ഞാൻ പരിചയപ്പെടുത്തുന്നു മിസ്റ്റർ സിജു ആന്റണി. സ്തോത്രം ചെയ്യുന്നു. പ്രിയ സിജുവിനും പ്രിയയ്ക്കും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി ഓർക്കുന്നു. ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബം അടക്ക സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. പ്രിയ സിജു ഞങ്ങളുടെ യൂത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി പങ്കെടുക്കുന്ന പ്രിയ പൈതലാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും പ്രിയ സിജുവിന് പ്രിയയ്ക്കും വിവാഹിതരാകുവാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സഭയുടെ എല്ലാ ആശംസകളും ഈ അവസരം ഞാൻ നേരുന്നു. അതുപോലെ തന്നെ ഇവിടെ സെക്ഷനിൽ സഭാ കമ്മിറ്റിയുടെ ആശംസകൾ ഈ അവസരം അറിയിച്ചുകൊണ്ട് ചെറിയ ഒരു ഉപകാരം ഈ അവസരം സമർപ്പിക്കുന്നു. പ്രിയങ്കയുടെ കുടുംബം, പ്രിയ സിജു, പ്രിയങ്ക, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുട്ടികളായി ഇന്ന് ദാസന്മാർ ഉപദേശിച്ച് തന്ന ദൈവജനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവം നിങ്ങളെ ആക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നിങ്ങളെ അയക്കുന്ന എല്ലാ ഇടങ്ങളിലും കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തെ സേവിച്ചും മാനിച്ചും ദൈവത്തിന്റെ മഹത്വം കരയിക്കും അനുഗ്രഹിക്കപ്പെട്ടായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. യോസേഫിനെ തന്റെ പിതാവായ യാക്കോബ് അനുഗ്രഹിച്ച് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ അവന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മതിലിന്മേൽ പടരുമ്പോൾ മതിലിനകത്തും മതിലിന് പുറത്തുമുള്ളവർക്ക് ആ യോസേഫ് അനുഗ്രഹമായിരുന്നതുപോലെ നിങ്ങളും ദൈവസഭയ്ക്കകത്തും അതുപോലെ തന്നെ ദൈവസഭയ്ക്ക് വെളിയിലും ദൈവത്തെ മാനിച്ചും സേവിച്ചുമായിരിക്കുന്ന അനുഗ്രഹിക്കുന്ന കുടുംബമായി ദൈവം നിങ്ങളെ എല്ലാവിധ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എഴുകുമ്പോയ സഭയുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾ അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹത്തിന് വേണ്ടി ദീർഘനാളത്തെ പ്രാർത്ഥന ഇങ്ങനെ ഒരുമിച്ച് ഒളിത്തൊരുത്തിൽ കൂടുവാനായിട്ട് കത്തോലിക്കല് ദൈവത്തിൻ്റെ ഇത്രയും ഈ ശുശ്രൂഷകളെ സർവശക്തന് എല്ലാവിധമായ മഹത്വവും ആരാധനയും ഉപേക്ഷയും ദൈവത്തിന് അർപ്പിക്കുന്നു. സുജിയുടെ വിവാഹം പ്ലാൻ ചെയ്ത സമയം മുതൽ അനക്കര ചർച്ചും അപ്പോൾ തന്നെ അനക്കര സഭയുടെ ലോക്കൽ പാസ്സായിരിക്കുന്ന പ്രിയ കുടുംബവും ചർച്ചിലെ കമ്മിറ്റി വളരെ സജീവമായിട്ട് ഈ വിവാഹം അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി വളരെ അധ്വാനിച്ചു. ബഹുമാനിയ പാസ്റ്ററോടും കുടുംബത്തോടും പ്രത്യേകിച്ച് ചർച്ചിനോടും ചർച്ചിൻ്റെ കമ്മിറ്റിയോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒരു വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുന്നത് ആ ലോക്കൽ ചർച്ചിൻ്റെ ഒരു സപ്പോർട്ടാണ്, അവിടുത്തെ പാസ്റ്ററിൻ്റെ സപ്പോർട്ടാണ്. അത് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു. താങ്ക് യു പാസ്റ്ററെ, ഒത്തിരി സന്തോഷം. ദൈവം സഹായിക്കട്ടെ. അതുപോലെ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കുന്ന നിലയിൽ ഇത് നടത്തിക്കുന്ന സഭയുടെ ചെങ്ങന്നൂർ സഭാ ശുശ്രൂഷകനും ഇപ്പോൾ തന്നെ അനക്കരയ്ക്ക് സഭയുടെ ശുശ്രൂഷകനുമായ റോയ്സ് ജോലി അവരാണ്. ഒത്തിരി സന്തോഷത്തോടൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിനും ഒരു പ്രത്യേക നിയമത്തിലുമാണ് ധാരാളം ശുശ്രൂഷകൾ നിർദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
അതിൻ്റെ പിന്നിൽ ധാരാളം എഫേർട്ടും പ്രാർത്ഥനയും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ശുശ്രൂഷയിൽ അനുഭവിക്കാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷം. പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. ഒത്തിരി നന്ദി ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ തന്നെ പ്രിയയുടെ സഭാ ശുശ്രൂഷകൻ പ്രിയ രാജ്, അദ്ദേഹത്തിൻ്റെ സെൻട്രൽ പ്രസിദ്ധീകരണമായിരിക്കുന്ന ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഫിലിം ദീർഘനാളത്തെ പരിചയം ഞങ്ങൾക്ക് തമ്മിലുണ്ട്. വളരെ താന്മയത്വത്തോടും വളരെ ഗൗരവമായ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ജനഹൃദയങ്ങളിൽ പഠിപ്പിക്കാനുള്ള വിശേഷമായ കൃപ എൻ്റെ ദാസനുണ്ട്. എൻ്റെ ദാസൻ്റെ ശുശ്രൂഷയുടെ മെസ്സേജുകൾ വളരെ അനുഗ്രഹമായിരുന്നു. പിള്ളേർക്ക് ആവശ്യമായ ഗൈഡൻസ് ഒത്തിരി നന്ദി. അപ്പോൾ തന്നെ പ്രിയങ്ങളുടെ ലോക്കൽ പാസ്റ്റാണ് പാസ്റ്റർ രാജ്. അത്ര നിസ്സാരമല്ല. അപ്പോൾ ബഹുമാന്യ പാസ്റ്റർ സുബീൻ രാജയോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ബ്ലെസ് യു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷ ഇത്രയും മനോഹരമാക്കി തീർക്കാനായിട്ട് ഞങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് ബഹുമാന്യ യുവദാസന്മാരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടവരാണ്. ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കുന്നത് മാത്രമല്ല, ഈ ശുശ്രൂഷയിൽ കാര്യങ്ങൾ ആരംഭിച്ച പ്രിയ കെവിൻ ആൻഡ് പ്രിയ സൈച്ചാനെ, അതുപോലെ പ്രിയ മകൾക്കെല്ലാം പ്രിയ മകളാക്സാൻ അവരോട് നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. മാത്രമല്ല വിവാദ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ബാങ്കിലോട് പ്രവർത്തിക്കുന്ന ധാരാളം പേരുണ്ട്. കാറ്ററിംഗ്, ഓഡിറ്റോറിയം, അതുപോലെ ക്യാമറ, എല്ലാവർക്കും നന്ദി പറയുന്നത്. വിശേഷിച്ച് ഞാൻ പ്രിയ സിജുവിന് പ്രിയയ്ക്ക് നന്ദി പറയുന്നു. സ്തോത്രം. നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നല്ല ആയുസ്സും നന്ദിയും അനുഗ്രഹങ്ങളും പകരട്ടെ. നിങ്ങൾ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചവരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി കണ്ടെത്താമായിരുന്നു. പക്ഷെ നിങ്ങൾ കണ്ടെത്താതെ പേരൻസിന് സമയം കൊടുത്തു. അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തു. നിങ്ങളുടെ അപ്രീഷിയേഷൻ നിങ്ങൾക്കുണ്ട്. ഒരു പ്ലസ് രണ്ടുപേരും സഹായിക്കട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരോടും പപ്പ, മമ്മി, അതുപോലെ എല്ലാവരോടും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാ വിലപ്പെട്ടവർക്കും എല്ലാ പ്രിയമുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വളരെ ഊഷ്മളമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ശുശ്രൂഷയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്കെല്ലാം ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച കുഞ്ഞുങ്ങളെ കർത്താവെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ജീവിതം അനുഗ്രഹമായി തീരുവാൻ, ഒന്നിനും കുറവില്ലാതെ സാധ്യത അനുഭവത്തിലേക്ക് വരെ നടത്തുവാൻ സ്വന്തം ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇരുഭവനങ്ങൾക്കായി, അവരുടെ മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷ ആശ്രയിച്ച ദൈവത്തിൻ്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കർത്താവ് ചെയ്തിരുന്നതിനായിട്ട് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ ദാസനെ കുടുംബമായി അവർക്ക് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് സൗകര്യത്തിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി, ദൈവത്തിൻ്റെ ദാസന്മാർക്കായി, ക്ഷണിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ള ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ അവർ കുടുംബജീവിതം നടത്തുവാൻ തുടങ്ങുന്നു. കർത്താവ് സഹായിക്കുന്നുണ്ട്. ഒന്നിനും കുറവില്ലാതെ സമൃദ്ധിയുടെ അനുഭവത്തിൽ അവരെ നടത്തുവാൻ ദൈവം സഹായിക്കണം. ഇത് സൗകര്യത്തിനും ഇത് കുടുംബങ്ങൾക്കും ദേശത്തിനും പ്രിയപ്പെട്ടവർക്കും ഒക്കെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കണമെന്ന് വീണ്ടും ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും യാതനയും കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവേ ദൈവത്തിന്റെ ദാസന്മാരുടെ മേലും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലും ഇപ്പോഴും കർത്താവിന്റെ വീണ്ടും വരുവരെയും ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം.
മാമരച്ചില്ലകളും പക്ഷിമൃഗാദികളും അരുവിതന്നോളങ്ങളും എന്നാമം വാഴ്ത്തുന്നു. ബുദ്ധി വിവേകം ശക്തി സർവം നിനക്കു തന്നു. മാനുജ നീ മാത്രം എന്തേ മറന്നെന്നെ, എന്തേ മറന്നെന്നെ. മാമരച്ചില്ലകളും പക്ഷിമൃഗാദികളും അരുവിതന്നോളങ്ങളും എന്നാമം വാഴ്ത്തുന്നു. നിന്റെ ജനനം മുൻപേ ഞാൻ നിന്നെ കണ്ടു, നിന്നെ ഞാൻ സ്നേഹിച്ചു, നിന്നെ ഞാൻ താലോലിച്ചു. നിന്റെ ജനനം മുൻപേ ഞാൻ നിന്നെ കണ്ടു, നിന്നെ ഞാൻ സ്നേഹിച്ചു, നിന്നെ ഞാൻ താലോലിച്ചു. ഇടറി വീഴാതെ നിൻകരം ഞാൻ പിടിച്ചു, മാറുടണച്ചു നിന്നെ എൻ സ്വന്ത പൈതലാക്കി. ഇടറി വീഴാതെ നിൻകരം ഞാൻ പിടിച്ചു, മാറുടണച്ചു നിന്നെ എൻ സ്വന്ത പൈതലാക്കി. മാമരച്ചില്ലകളും പക്ഷിമൃഗാദികളും അരുവിതന്നോളങ്ങളും എന്നാമം വാഴ്ത്തുന്നു. എന്നെ സ്മരിക്കുമെന്ന് ഞാൻ വൃഥ ഓർത്തുപോയി. ലോകത്തിൻ മോഹങ്ങളിൽ നീ സദാ ഭ്രമിച്ചുപോയി. നീ എന്നെ സ്മരിക്കുമെന്ന് ഞാൻ വൃഥ ഓർത്തുപോയി. ലോകത്തിൻ മോഹങ്ങളിൽ നീ സദാ ഭ്രമിച്ചുപോയി. നിന്റെ പാപം പോക്കി എൻ സ്വന്ത പൈതലാക്കാൻ നിന്നകമലം നോക്കി കാത്തുകാത്തിരിപ്പു ഞാൻ. നിന്റെ പാപം പോക്കി എൻ സ്വന്ത പൈതലാക്കാൻ നിന്നകമലം നോക്കി കാത്തുകാത്തിരിപ്പു ഞാൻ. മാമരച്ചില്ലകളും പക്ഷിമൃഗാദികളും അരുവിതന്നോളങ്ങളും എന്നാമം വാഴ്ത്തുന്നു. വിവേകം ശക്തി സർവം നിനക്കു തന്നു. മാനുജ നീ മാത്രം എന്തേ മറന്നെന്നെ, എന്തേ മറന്നെന്നെ. മാമരച്ചില്ലകളും പക്ഷിമൃഗാദികളും അരുവിതന്നോളങ്ങളും എന്നാമം വാഴ്ത്തുന്നു. God gave me you when I was lost. He led me through, no matter the cost. Now every day I see His grace. Every time I see Your face, God gave me you, and I won't let go. You're the love He knew my heart would know.
We've walked through storms, we've seen the sun. With you I know the best to come. Through highs and lows, through joy and pain, your love has stayed, it won't change. You're more than just my dream come true. You're proof of what His love can do. Together we will always be a story of His mystery. God gave me you when I was lost. He led me through, no matter the cost. Now every day I see His grace. Every time I see your face, God gave me you, and I won't let go. You're the love He knew my heart would know. Yes, God gave me you. Forever starts with a You're more than just my dream come true. You're proof of what His love can do. Together we will always be a story of His mystery. God gave me you when I was lost. He led me through, no matter the cost. Now every day I see His grace. Every time I see your face, God gave me you, and I won't let go. You're the love He knew my heart would know. Silver lines crown all our days, we'll still be singing heaven's praise. And hand in hand, when journeys end, I'll call you love, my truest friend. For in your eyes I see the proof that God is kind, His word is true. God gave me you when I was lost. He led me through. ഇവിടെ മക്കൾ കർത്താവെ ദൈവസഭയെ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത പ്രകാരം ഇന്നേ ദിനം കർത്താവെ ശുശ്രൂഷകളൊക്കെയും അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ദൈവമേ. പ്രത്യേക കർത്താവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയങ്കിക്കായി ഷിജുവിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ ദിനങ്ങളിൽ കർത്താവെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാൻ പ്രിയമുള്ളവരെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, അങ്ങയുടെ സാന്നിധ്യവും സംരക്ഷണവും പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ കൂടെ ഇരിക്കണമേ. ബലഹീനതയിലൊക്കെയും കർത്താവെ ക്ഷീണിച്ചു പോകാതെ വേണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരുതലിൽ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പ്രത്യേക കർത്താവെ പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താൻ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നത് കുടുംബത്തിന് ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ കർത്താവെ. ഇരു കുടുംബത്തിലെയും മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കർത്താവിടെ അരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ സാന്നിധ്യം കൊണ്ടിരിക്കണമേ. എല്ലാം തിരുനാമ മഹത്വത്തിനായി തീരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഗീതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഗീതം പോ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെയോ തീടുമ്പോ സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ആ വീട് അനുഗ്രഹിക്കപ്പെടാം, ആ ദേശം അനുഗ്രഹം. മോളോട് സ്ത്രീകളോട് പറയാനുള്ള വചനത്തിലുള്ള ദൂത്, മോൾ ഈ വീട്ടിൽ കാര്യത്തോട്ട് ഇന്ന് ചവിട്ടിയത് ഈ വീട് അനുഗ്രഹിക്കപ്പെടേണ്ട മോൾ മുഖാന്തരമാണ്. ഇതിലെ സകല കുറവുകളും പോരായ്മകളും നികത്താൻ, കുറ്റം പറയാനോ മറ്റുള്ള വീടിനെ താഴ്ത്തി കെട്ടാനോ, ഇവിടുത്തെ ഇനി എന്ത് കുറവ് വന്നാലും മോളാണത് പരിഹരിക്കുന്നത്. സ്ത്രീൻ്റെ അതിൽ ഉത്തരവാദിയാണ്. ഇവിടുത്തെ മാതാപിതാക്കൾ ഉണ്ട്. അതിനേക്കാൾ ഇന്ന് ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത് ഓസ് അനുഗ്രഹിക്കപ്പെടാൻ കാരണവും അത് തന്നെ. അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാൻ മോളെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സകല അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ മേൽ നൽകി ദൈവം നിങ്ങളെ മാനിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോട് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശേഷാൽ ഇടയങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുവാൻ സ്വപ്നത്തിലെ ദൈവം കൃപ ചെയ്തു. ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ എല്ലാ നല്ല ഗാനങ്ങൾക്കായി സ്തോത്രം. വിവാഹ ശേഷം ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നൽകി അനുഗ്രഹിക്കും. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കായി സ്തോത്രം. കുഞ്ഞുങ്ങൾ ഒരുമിച്ചുള്ള ജീവിതമോടെ ജീവിതത്തിലെ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാക്കി തീർക്കണമേ കർത്താവേ. എല്ലാ നിലയിലും ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കുടുംബത്തിനും ഈ കുഞ്ഞുങ്ങൾ മൂലം ഒരു അനുഗ്രഹം വരട്ടെ കർത്താവ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം സഹായിക്കും. അനേകർക്കും മാതൃകയുള്ള ഒരു ജീവിതം നയിപ്പാൻ ദൈവർക്ക് കൃപ നൽകിയാകട്ടെ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പലരും വന്ദനം നിനക്കാമേ. മനസലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. ഇപ്പോഴും എപ്പോഴും നീക്കും അങ്ങയുടെ മഹത്വ പ്രത്യക്ഷവരുണ്ടാകുമാറാകട്ടെ. ആമേൻ. നമുക്ക് ചെയ്യാൻ നൽകിയ ദൈവത്തിന്റെ മഹത്വം കരയേറ്റാം. Oh yeah. 105 is the number that comes to my head when I think of all the years I wanna be with you. Wake up every morning with you in my bed. That's precisely what I plan to do. And you know one of these days when I get my money right, buy you everything and show you all the finer things in life. Will forever be enough, so there ain't no need to rush. But one day I won't be able to ask you loud enough. I'll say, will you marry me? I swear that I will mean it. I say, will you marry me? Sing it. Oh yeah. How many girls in the world can make me feel like this? Baby, I don't ever plan to find out. The more I look, the more I find the reasons why. You're the love of my life. You know one of these days when I get my money
say, will you marry me? I swear that I will mean it. I say, will you marry me? And if I lost everything in my heart, it means nothing, 'cause I have you, girl, I have you. To get right down on bended knee, nothing else would ever be better, better. The day when I'll say, will you marry me? I swear that I will mean it. I say,